BLDC RF റിമോട്ട് പിന്നെ ഫാനിൻ്റെ കിറ്റാണ്. ടേബിള്, വാള്, പെഡസ്റ്റൽ TPW കോമൺ ഉപയോഗിക്കാൻ പറ്റിയ ഫാനിൻ്റെ കിറ്റാണിത്. ഇതിൽ വരുന്ന ആക്സറീസുകളാണ് ഇത് വരുന്നത്. ഇത് വരുന്ന ഫാനിൻ്റെ മോട്ടറാണ്. ടേബിള്, വാള്, പെഡസ്റ്റൽ മൂന്നിനും കോമൺ ആക്കി ഉപയോഗിക്കാം. ബാരിങ് ടൈപ്പാണ് മോട്ടർ വരുന്നത്. പിന്നെ കോപ്പർ വൈൻഡിങ് ആണ് വരുന്നത്. പിന്നെ വരുന്ന ഇതിൽ അഡാപ്റ്റർ, പിന്നെ 24 വോൾട്ട് 2 amps അഡാപ്റ്റർ വരുന്നുണ്ട്. റിമോട്ട് ഹാൻഡ്സെറ്റ്, ഓസിലേഷൻ മോട്ടർ, RF PCB. ഇതാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന PCB വരുന്നത്. സ്പീഡ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇതിലാണ് വരുന്നത്. ഇത് ഓസിലേഷൻ മോട്ടർ ഫിറ്റ് ചെയ്യുന്ന ക്ലാമ്പ്, പിന്നെ അഡാപ്റ്ററിന് കൊടുക്കുന്ന മെയിൽ ഫീമെയിൽ, പിന്നെ ഇത് നേരെ വയറ് വരുന്നുണ്ട്. ഇതെങ്ങനെ ഇവിടെ കണക്ട് ചെയ്യുന്ന കാണിച്ചു തരാം. മോട്ടറിലേക്ക് വരുന്ന പിന്നെ 3 RMC കണക്ടർ, ഓസിലേഷൻ മോട്ടറിൻ്റെ 24 വോൾട്ട് AC ഓസിലേഷൻ മോട്ടർ വരുന്നത്. ഓസിലേഷൻ മോട്ടറിൻ്റെ പിന്നെ താഴെ കൊടുക്കുന്ന ബുഷ്, ഈ ബുഷ് ലോക്ക് ചെയ്യുന്ന പിന്ന്, ബുഷ് ഇതിലേക്ക് ഇട്ടിട്ടാണ് ലോക്ക് ചെയ്യുക. ഓക്കെ. റിമോട്ട് ഹാൻഡ്സെറ്റ്, ഓസിലേഷൻ്റെ റോഡ്, ഓസിലേഷൻ കണക്ട് ചെയ്യുന്ന ഈ ബുഷിലേക്ക് കൊടുക്കുന്ന റോഡാണിത്. ഫാനിൻ്റെ നെക്കിൽ ഇവിടെ ഇങ്ങനെയാണ് വരിക, റൊട്ടേഷൻ വരുന്ന ഈ റോഡ് വരുന്നത്. ഓസിലേഷൻ മോട്ടർ ഫിറ്റ് ചെയ്യുന്ന 2 സ്ക്രൂ, ഈ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്ന 2 സ്ക്രൂ. ക്ലാമ്പ് ഇവിടെയാണ് ഫിറ്റിംഗ് വരിക, ഇതിൻ്റെ ബാക്ക് സൈഡിൽ. ഈ ഓസിലേഷൻ മോട്ടർ ഇവിടെയാണ് ഫിറ്റിംഗ് വരിക, ഈ ക്ലാമ്പിൽ. ഇത്രയാണ് ആക്സറീസ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ത്രെഡ് വരുന്നുണ്ട്. ഇത് എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രീസെറ്റ് വരുന്നത്. ഈ പ്രീസെറ്റ് ഏതെങ്കിലും കേസിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രീസെറ്റിനെ ഇവിടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ലോക്കാണിത്. ഇത്രയാണ് ഇതിൽ വരുന്ന ആക്സറീസ് വരുന്നത്. ഇത്രയാണ് ആക്സറീസുകൾ വരുന്നത്. ഇനി ഇതിൽ പിന്നെ കണക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇത് മോട്ടറിൻ്റെ ബാക്കിൽ ക്ലാമ്പ് ഫിറ്റ് ചെയ്യും. ഇതേറെ ഇവിടെ സ്ക്രൂ ചെയ്യുക. ഓസിലേഷൻ മോട്ടർ ഫിറ്റ് ചെയ്യുന്ന ക്ലാമ്പാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഓസിലേഷൻ മോട്ടറാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓസിലേഷൻ മോട്ടർ പിന്നെ 24 വോൾട്ട് AC ആണ് വരുന്നത്. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങനെയും ഫിറ്റ് ചെയ്യുക, ഇതുപോലെ തിരിച്ച് ഇങ്ങനെയും ഫിറ്റ് ചെയ്യുക കേട്ടോ. 2 രീതിയിൽ ഫിറ്റ് ചെയ്യുക. അത് പിന്നെ 2 രീതി എന്താ വെച്ചാൽ, ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത്ത് ഗ്യാപ്പ് കൂടും. ഇങ്ങനെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് ഗ്യാപ്പ് എടുക്കും. അത് ഫാനിൻ്റെ നമ്മൾ ഏത് പ്ലാസ്റ്റിക് കേസിലാണോ ഫിറ്റ് ചെയ്യുന്നത്, കേസിൻ്റെ നെക്കിൻ്റെ ക്യാപ്പിനനുസരിച്ച് ഫിറ്റ് ചെയ്താൽ മതി. അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യുക. ഓസിലേഷൻ മോട്ടറിൻ്റെ ഫിറ്റ് ചെയ്യുന്ന മുന്നേ ആദ്യം ഇതിൻ്റെ ബുഷ് അടിക്കണം. ബുഷ് ഇങ്ങനെ വെക്കുന്നു. ബുഷ് ഇതിൽ കണക്ട് ചെയ്തു. ഷാഫ്റ്റ് പിന്നെ ഇത് 2 ഭാഗമുണ്ട്. തിക്നെസ് കുറവുള്ള ഭാഗമാണ് ഇതിൽ വെക്കേണ്ടത്. ഓസിലേഷൻ മോട്ടറിൻ്റെ ബുഷ് ഇതിൽ ഈ പിന്ന് ത്രൂ ടൈറ്റ് ചെയ്തു. ഇനി ഓസിലേഷൻ മോട്ടർ ഇതിൽ ഫിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഫിറ്റ് ചെയ്യുന്നത്. 2 ഹോൾ കണക്കായിട്ട് അതിൻ്റെ സ്ക്രൂ ഇതിനോട് കൂടെ വരും. ഓസിലേഷൻ മോട്ടർ ഫിറ്റ് ചെയ്തു. ഇനി ഇതിൽ വരുന്നത് ഇത് RF PCB വരുന്നത്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് സിമ്പിളാണ്. ഇത് 3 RMC കണക്ടർ വരുന്നത്. ഈ RMC കണക്ടർ ഈ ഭാഗം നേരെ മോട്ടറിൽ കണക്ട് ചെയ്തു. ഈ പിന്ന് വരുന്ന RMCയിൽ ഇതിലിട്ടോ 3 പിന്നേ ഇവിടെ ഉള്ളൂ. 3 പിന്ന് നേരെ ഇത് 2 പിന്നാണ്. 3 പിന്ന് വരുന്നത് 3 പിന്നിൽ കണക്ട് ചെയ്തു. പിന്നെ വരുന്നത് ഇതിലേക്ക് വരുന്ന പവറാണ്. PCBയിലേക്ക് വരുന്ന പവർ. ഈ പവർ കൊടുക്കുമ്പോൾ രണ്ടും സെയിം സോക്കറ്റാണ്, മാറി കൊടുക്കരുത്. ഇതിൽ AC ഇന്ന് പ്ലസ് ഇന്ന് മൈനസ് ഉണ്ട്. അവിടെ തന്നെയാണ് പിന്നെ 24 വോൾട്ട് കൊടുക്കേണ്ടത്, മാറരുത്. കണക്ട് ചെയ്തു. ഇത് വരുന്ന ഓസിലേഷൻ മോട്ടറാണ്. C7 എന്നുള്ള പോർട്ട് വരുന്നുണ്ട്. ഇത് ഓസിലേഷൻ മോട്ടറിന് വരുന്ന പോർട്ടാണ്. ഓക്കെ. ഓസിലേഷൻ മോട്ടർ എടുത്തു. ഓസിലേഷൻ മോട്ടറിൻ്റെ വയർ പൊതുവെ ലെങ്ത്ത് കുറവായിരിക്കും. നിങ്ങൾ ഗേസിന് അനുസരിച്ച് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് ലെങ്ത്ത് കൂട്ടേണ്ടി വരും കേട്ടോ. നമ്മളെ ഗേസിന് കോമൺ ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഈ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരെ പവർ കൊടുക്കാനേ ഉള്ളൂ. 24 വോൾട്ട് 2 amps SMPS ആണ്. ഇത് നേരെ പവർ ഇതിലേക്ക് കൊടുക്കുന്നു. നേരെ പവർ കൊടുക്കണം. RF PCBയിൽ പിന്നെ മോട്ടറിലേക്കുള്ള കണക്ടർ കൊടുത്തു, RMC കൊടുത്തു. ഇനി കൊടുക്കേണ്ട ഓസിലേഷൻ മോട്ടറിൻ്റെ ആണ്. ഓസിലേഷൻ മോട്ടർ പറഞ്ഞ പോലെ തന്നെ പിന്നെ C7 ഓസിലേഷൻ കൊടുക്കേണ്ടത് കേട്ടോ, മാറിയിട്ട് കൊടുക്കരുത്. പിന്നീട് വരുന്നത് ഇതാണ്. പിന്നെ അഡാപ്റ്ററിലേക്ക് വരുന്ന സോക്കറ്റാണ്. ഇതിൽ നോക്കാനുള്ള ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ പിന്നെ ബ്ലാക്ക് നെഗറ്റീവും റെഡ് പോസിറ്റീവുമാണ്. അത് ഇതിൽ പ്രത്യേകം നോക്കണം കണക്ട് ചെയ്യുന്നതിന് മുന്നേ. വയറുകൾ ചിലപ്പോൾ അങ്ങോട്ടോട്ട് മാറാറുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് ഉള്ളത് ഈ PCBയിൽ പ്രിൻറ്റിൽ നെഗറ്റീവ് തന്നെയാണോ, പോസിറ്റീവ് ഉള്ളത് PCBയിൽ പോസിറ്റീവ് തന്നെയാണോ കൺഫേം ചെയ്തിട്ട് മാത്രമേ ഇത് പ്രസ് ചെയ്യാവൂ കേട്ടോ. ഓസിലേഷൻ മോട്ടർ നോക്കാറില്ല, കാരണം അത് AC 24 വോൾട്ടാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് പോസിറ്റീവ് നോക്കാറില്ല. ഇത് പ്രത്യേകം നോക്കിയിട്ട് കണക്ട് ചെയ്യാവും.
ശേഷം നേരെ അഡാപ്റ്ററിൽ കൊടുത്തു. അഡാപ്റ്റർ നേരെ ഓക്കെ. ഇത്രയേ ഉള്ളൂ കണക്ഷൻ. ഇത് പ്രീസെറ്റാണ്. ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ഇതിൽ വരുന്നത്. സ്പീഡ് കൂട്ടുക കുറക്കുക. ഇത് വരുന്ന ഈ പ്രീസെറ്റിന് കൊടുക്കുന്ന ത്രെഡ് കേട്ടോ. അത് നിങ്ങൾ പ്ലാസ്റ്റിക് കേസിൽ കൊടുക്കി കഴിഞ്ഞാൽ അതിന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ വരുന്നത്. ഇതിൽ റിമോട്ട്, ഇതിൽ സ്പീഡ് കൂട്ടാനും കുറക്കാനാണ് പ്രീസെറ്റിൽ വരിക. റിമോട്ടിൽ വരുന്നത് ടൈമർ വരുന്നുണ്ട്, ഓസിലേഷൻ വരുന്നുണ്ട്, സ്പീഡ് 5 സ്പീഡ് സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം റിമോട്ട് പെയർ ചെയ്യണം. റിമോട്ട് പെയർ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഓഫ് ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. അതിന് മുന്നേ ആദ്യം പവർ റിമൂവ് ചെയ്തു, എന്നിട്ട് ഓഫ് ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. ഒരു 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക. ശേഷം പവർ ബട്ടൺ ഓൺ ചെയ്യുക. അപ്പോൾ ബീപ്പ് സൗണ്ട് 3 പ്രാവശ്യം കേൾക്കും. അത് കേട്ട് കഴിഞ്ഞാൽ അത് സെറ്റായി. ഓക്കെ, ഇതിൽ സ്പീഡ് കൂട്ടും. ഓസിലേഷന് ഇത് ഓസിലേഷൻ നിൽക്കി, സ്വിങ് ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ ഓസിലേഷൻ ഓൺ ചെയ്താൽ ഓസിലേഷൻ ഓണാവുന്നു. ഓസിലേഷൻ ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക. ടൈമർ, എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ മെമ്മറി വരുന്നത് ഫാന് ഓഫ് ചെയ്തിട്ട് രണ്ടാമത് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ പ്രീസെറ്റിൽ ഏത് സ്പീഡാണോ ആ സ്പീഡിലാണ് ഇതിൽ മെമ്മറി സെറ്റ് ആവില്ല കേട്ടോ. അപ്പോൾ കറണ്ട് പോയിട്ട് രണ്ടാമത് കറണ്ട് വരികയാണെങ്കിൽ പ്രീസെറ്റിൽ ഏത് സ്പീഡാണോ അതിലാണ് റീസ്റ്റാർട്ട് ആവുക. പിന്നെ റിമോട്ടിലുള്ള സ്പീഡിലല്ല റീസ്റ്റാർട്ട് വരില്ല. ഓക്കെ, ഇത് വരുന്നത് ഇതിൻ്റെ ഓസിലേഷൻ്റെ റാഡാണ്. ഇത് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഫാനിൻ്റെ കേസിന് കണക്ട് ചെയ്യുക. ഇവിടെയാണെന്നുള്ളത് ആദ്യം പറഞ്ഞ പോലെ തന്നെ. ഇത് ഈ ലെങ്ത്തിൻ്റെ കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ ഈ ഓസിലേഷൻ മോട്ടർ തിരിച്ച് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ക്യാപ്പോടെ മാറ്റം വരും. എത്രയാണ് ഇതിൽ വരുന്നത്. ഇതിപ്പോൾ വോൾ ഫാൻ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഷാഫ്റ്റ് ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് കോമൺ ഷാഫ്റ്റ് ആക്കിയത്. ഗിയർ ബോക്സ് ആണെങ്കിൽ ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിൾ ഫാനോ പെഡസ്റ്റൽ ഫാനോ ആക്കണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് വരുന്നുണ്ട്. ഇതിനോട് കൂടെ വരില്ല, ഇത് എക്സ്ട്രാ വരുന്നതാണ്. ഇതിന് ചെറിയ എമൗണ്ട് വരുള്ളൂ. ഈ ഓസിലേഷൻ മോട്ടർ ഒഴിവാക്കിയിട്ട് ഈ ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടേബിൾ ഫാനായിട്ട് ഉപയോഗിക്കാം, പെഡസ്റ്റൽ ഫാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കേസിൽ സെറ്റ് ചെയ്തതാണ്. RFൻ്റെ റിമോട്ട് തന്നെ സെയിം. ഈ പ്രീസെറ്റിന് എന്ത് ചെയ്തു, ഇവിടെ ഫിറ്റ് ചെയ്തു. ജസ്റ്റ് നോബ്, മാർക്കറ്റിൽ നോബ് ഫിറ്റ് ചെയ്തു, സെറ്റ് ചെയ്താണത്. ഈ അഡാപ്റ്റർ എന്ത് ചെയ്തു, പിന്നെ ഈ അഡാപ്റ്റർ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ PCB പ്ലാസ്റ്റിക് കേസിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഒരു എക്സ്ട്രാ കോഡ് വയർ മേടിച്ചിട്ട് നേരെ സെറ്റാക്കി. ഈ പ്രീസെറ്റ് നേരെ ഇവിടെ ഫിറ്റ് ചെയ്തു. സാധാരണ വാൾ ഫാൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ട് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്തു. പിന്നെ ഈ PCB സ്ക്രൂ ചെയ്തത് ഫാൻ്റെ ഓസിലേഷൻ്റെ സ്വിച്ച് വരും. സ്പീഡ് സ്വിച്ച് അല്ല, റൊട്ടേഷൻ്റെ സ്വിച്ച്. ആ സ്വിച്ചിലേക്ക് നേരെ ഈ PCBയുടെ സ്ക്രൂ ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഇതൊരു മാർക്കറ്റ് ജസ്റ്റ് കോമൺ കേസാണ്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താന്നുള്ളൂ. ഇത്ര വരുന്നത്. ജസ്റ്റ് വർക്കിംഗ് കാണിച്ചത്. ഇപ്പോൾ ഈ റിമോട്ട് ഇതിന് ഇപ്പോൾ ഓൾറെഡി ഇതിന് പെയറല്ല. ഇതിന് പെയറാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്തു, എന്നിട്ട് ഓഫ് ബട്ടൺ ലോങ് പ്രസ് ചെയ്തു 2-3 സെക്കൻഡ്. ശേഷം സ്വിച്ച് വെക്കിയാൽ 3 വീൽ സൗണ്ട് ആണ്, അത് പെയറായി. ഓക്കെ, 3 സ്പീഡ്. ഓസിലേഷൻ ഓഫായി, ഓസിലേഷൻ ഓണായി, ടൈമർ, എല്ലാ ഓപ്ഷൻസും വരുന്നത്. ഇത്രയാണ് BLDC കിറ്റ്. ഇതിപ്പോൾ വാൾ ഫാൻ റിമോട്ട് സെറ്റ് ചെയ്തതാണ്. ഇതന്നെ സെയിം പെഡസ്റ്റൽ ഫാനും ചെയ്യുക. പെഡസ്റ്റൽ ഫാനും ചെയ്യുകയാണെങ്കിൽ ഗിയർ ബോക്സിലാക്കിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെയിം ഓസിലേഷൻ മോട്ടർ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ.